ബബ്ബബ്ബ എന്ന് പറയുന്ന സിനിമ ഇറങ്ങിയതിൽ ഏറ്റവും കൂടുതൽ നെഗറ്റീവ് കിട്ടിയിരിക്കുന്നത് ഇപ്പോൾ ലാലേട്ടനെ തന്നെയാണ്, വേറെ ആർക്കുമല്ല. അതായത് ദിലീപിനെ വെറുക്കുന്ന കൂട്ടത്തിൽ എല്ലാവരും ലാലേട്ടനെയും കൂടി വെറുത്തു എന്ന് എനിക്ക് പറയാനുള്ളൂ. ലാലേട്ടൻ പോയിട്ട് ഇതിന് തലവെച്ച് കൊടുത്തത് ഏറ്റവും വലിയൊരു അബദ്ധമായിട്ട് മാത്രമേ ഞാൻ കാണുന്നുള്ളൂ. എനിക്ക് തോന്നുന്നത് ഒന്നുകിൽ ഗോകുലൻ ജിയെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ദിലീപിനെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് ഈ സിനിമ പൊളിഞ്ഞു കഴിഞ്ഞാലും ലാലേട്ടൻ്റെ പവർ കൊണ്ട് ഈ സിനിമ ഉയർത്തെഴുന്നേറ്റ് വരണം എന്നുള്ളത് കൊണ്ടാണ് ഇവരൊക്കെ കൂടിയിട്ട് ലാലേട്ടൻ ഇതിൻ്റെ അകത്ത് പെടുത്തിയത് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഏതായാലും അത് വലിയൊരു പാരാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാലേട്ടനെ സൈബർ അറ്റാക്ക് എന്ന് പറഞ്ഞാൽ അതിൻ്റെ നല്ല നിലയിൽ നിൽക്കുകയാണ്. ഒരു പക്ഷേ ഇനി അടുത്ത ലാലേട്ടൻ്റെ സിനിമയെ വരെ ഇത് ബാധിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. ചില സ്ഥലങ്ങളിലൊക്കെ സ്ത്രീകൾ പരസ്യമായിട്ട് പറയുന്നുണ്ട് ദിലീപിൻ്റെ സിനിമ ഞങ്ങൾ ബഹിഷ്കരിക്കും എന്നുള്ള രീതിയിലും പറയുന്നുണ്ട്. അതുമാത്രവുമല്ല, ഈ സിനിമ കാണാൻ വളരെ കുറവ് തന്നെയാണ് ആൾക്കാർ. തിയേറ്ററിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തള്ളു മാത്രമേ ഉള്ളൂ, ആൾക്കാരില്ല. അതായത് പലരും പറയുന്നുണ്ട് ഭയങ്കര ജനങ്ങളാണ്. അങ്ങനെ പറയുമ്പോഴും ഒരു കൂട്ടം കുറച്ച് ആൾക്കാർ, കുറച്ച് ചെറുപ്പക്കാർ മാത്രമാണുള്ളത്. അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫാമിലി ഓഡിയൻസ് ഒന്നും തീരെയില്ല. സാധാരണ ദിലീപിന്റെ സിനിമയൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം, 8 വർഷത്തിന് മുന്നേയൊക്കെ ദിലീപിന്റെ സിനിമ ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരുപാട് കുട്ടികളാണ് കാണാൻ വരിക. കാരണം കുട്ടികളുടെ സ്റ്റാറാണ് ദിലീപ് എന്ന് പറയുന്നയാള്. ഇപ്പോഴെന്ന് പറഞ്ഞാൽ എല്ലാവരും ദിലീപിനെ ശരിക്കും വെറുത്തിരിക്കുന്നു എന്നുള്ളതിന്റെ ഏറ്റവും വലിയൊരു തെളിവാണ് ഇന്നിപ്പോൾ ആ സിനിമ ഇറങ്ങിയപ്പോൾ ആ സിനിമ പൊട്ടി തകർന്നു പോയതെന്നേ എനിക്ക് പറയാനുള്ളൂ. അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ദിലീപിന് പറ്റിയൊരു അബദ്ധം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതായാലും വെറുതെ വിട്ടു. ശരിയാണ്, വേണമെങ്കിൽ ദിലീപിന് ഒന്നും മിണ്ടാതെ എനിക്കൊന്നും പറയാനില്ല എന്ന് പറഞ്ഞിട്ട് വരാമായിരുന്നു. പക്ഷെ ദിലീപിന് പറ്റിയൊരു അബദ്ധം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ വെച്ച് അയാളുടെ ആ പക അയാൾ തീർക്കുന്നത് പോലെ തോന്നി. മഞ്ജു വാര്യർക്കിട്ട് ഒരു കൊട്ടു കൊടുക്കാനാണ് അയാൾ ആ ഒരു ചുരുങ്ങിയ സമയം ഉപയോഗിച്ചത് എന്നുള്ളതാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, അവിടെ മഞ്ജു വാര്യർ എന്ന് പറയുന്ന ഒരു സ്ത്രീ അനുഭവിച്ചത് എന്ന് പറഞ്ഞൊരു വലിയ വേദന തന്നെയാണ്. അതായത് മഞ്ജു വാര്യർ അഭിനയത്തിന്റെ കൊടുമുടിയിൽ രാജകുമാരിയെ പോലെ ഇരിക്കുമ്പോഴേ ദിലീപ് എന്ന് പറയുന്നവൻ പോയിട്ട് ആർക്കും കൊടുക്കണ്ട, എനിക്ക് തന്നെ വേണം മഞ്ജു വാര്യരെ എന്നുള്ള തരത്തില് മഞ്ജു വാര്യരെ, ഒന്നും അറിയാത്ത മഞ്ജു വാര്യരെ അച്ഛനും അമ്മയും എല്ലാവരും പറഞ്ഞു മോളെ ഈ ബന്ധം വേണ്ട എന്ന് പറഞ്ഞു. എന്നിട്ടും മഞ്ജു വാര്യരെ കടത്തിക്കൊണ്ടുവന്ന് കല്യാണം കഴിച്ചു. കല്യാണം കഴിച്ചതിന് ശേഷം നീ ഇനി അഭിനയിക്കാൻ പോണ്ട എന്നുള്ളൊരു നിബന്ധനയും വെച്ച് അവിടെ വീട്ടിൽ തത്തയെ അടച്ചിടൂല, അതേപോലെ ഇങ്ങനെ അടച്ചിട്ടിരിക്കുകയായിരുന്നു. ഏതായാലും 6-7 വർഷം കഴിഞ്ഞു. അതിൻ്റെ ഇടയിൽ എന്ന് പറഞ്ഞാൽ നമ്മളാരും മഞ്ജു വാര്യരെ കണ്ടിട്ടില്ല, ഒരു മീഡിയൻ്റെ ഇടയിൽ കണ്ടിട്ടില്ല, അല്ലെങ്കിൽ വേറെ എവിടെയും കണ്ടിട്ടില്ല. നമ്മൾ ആകെ കണ്ടത് എവിടെയാണ്? ഈ എന്താ പറയുക, കാവ്യ മാധവൻ്റെ കല്യാണത്തിന് മാത്രമാണ് നമ്മൾ മഞ്ജു വാര്യരെ കണ്ടിരിക്കുന്നത്. അതിനുശേഷമോ പിന്നീടോ മഞ്ജു വാര്യരെ നമ്മൾ കണ്ടിട്ടില്ല. ഏതായാലും കുറെ നാൾ കഴിഞ്ഞപ്പോഴും മഞ്ജു വാര്യർക്ക് മനസ്സിലായി ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ശരിയാവില്ല. അതുകൊണ്ട് തന്നെയാണ് മഞ്ജു വാര്യർ പിന്നീട് ഡാൻസ് പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങി. അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഇനി എനിക്ക് സിനിമ ചെയ്യണം, പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കല്യാൺ ജ്വല്ലറിൻ്റെ ആഡ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെയൊക്കെ ചെയ്തപ്പോഴേ മഞ്ജു വാര്യരോട് കുറച്ചും കൂടി ദേഷ്യം തുടങ്ങി. അതുമാത്രവുമല്ല, അപ്പോഴേക്കും കാവ്യയുമായിട്ട് നല്ല ബന്ധത്തിലാവുകയും ചെയ്തു. ഏതായാലും മഞ്ജു വാര്യർ അവിടെ ഒരു ബലിയാടാണ്. എല്ലാവരും മഞ്ജു വാര്യരുടെ കൂടെ തന്നെയും നിൽക്കുള്ളൂ, അല്ലാതെ ആരും മഞ്ജു വാര്യരുടെ തള്ളിയൊന്നും പറയത്തില്ല. ഒരു കാര്യം ഞാൻ പറയാം, ദിലീപ് തന്നെയാണ് മഞ്ജു വാര്യരെ ഗതിയിലാക്കിയത്. അതുകൊണ്ട് തന്നെ അയാൾക്ക് ഇനി കാവ്യ മാധവനെ കല്യാണം കഴിക്കണമെന്നുണ്ടെങ്കിൽ കഴിച്ചോ, അതൊന്നും വലിയ വിഷയമല്ല. പക്ഷെ മഞ്ജു വാര്യരെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അയാൾ കളിച്ച ചില നാടകങ്ങളുണ്ട്. ദിലീപ് എന്ന് പറയുന്ന നടൻ ഏറ്റവും വലിയൊരു പാരയായി തീർന്നത്. അപ്പോൾ തന്നെ മഞ്ജു വാര്യരെ പിടിച്ചങ്ങനെ പറയേണ്ട യാതൊരു ആവശ്യവുമില്ലായിരുന്നു. കാരണം മഞ്ജു വാര്യരുടെ കൂടെ എല്ലാ സ്ത്രീകളും ഉണ്ട് ഈ മനുഷ്യൻ അറിയില്ലേ? അതുമാത്രമല്ല, ദിലീപിൻ്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സിനിമ ഇഷ്ടപ്പെടുന്നത് സ്ത്രീകളാണ്. അപ്പം അവരെ എല്ലാവരെയും വെറുപ്പിച്ചുകൊണ്ട് മഞ്ജു വാര്യരെ എങ്ങനെ പറയാം? മഞ്ജു വാര്യരെ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ മഞ്ജു വാര്യർക്കെതിരെ അങ്ങ് സൈബർ അറ്റാക്ക് കിട്ടും എന്നാണ് ഈ പകയം വിചാരിച്ചത്. പക്ഷെങ്കിലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരെ എതിരെയാണ്. ഇന്നിപ്പോഴും എന്ന് പറഞ്ഞാൽ ഇനിയിപ്പോൾ ദിലീപ് എന്ന് പറയുന്ന മനുഷ്യന്റെ സിനിമ അങ്ങോട്ടോ ഇങ്ങോട്ടോ ആണ്. അയാളുടെ സിനിമയുടെ റിലീസും അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ചിത്രീകരണം വരെ നിർത്തിവെക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. പൈസ കിട്ടത്തില്ല എന്ന് ഉറപ്പ് തന്നെയാണ്. ഇപ്പോൾ ഈ ഒരു സിനിമ കൊണ്ട് എന്ന് പറഞ്ഞാൽ ഗോകുലും ഗോപാലിനും ഒരുപാട് നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അദ്ദേഹം ഇത് എന്തിനാണ് ഏറ്റെടുത്തത് എന്ന് മാത്രം എനിക്ക് മനസ്സിലാകുന്നില്ല. അതായത് ഞാൻ പറഞ്ഞല്ലോ, അതായത് ഈ ജനങ്ങളെ പ്രേക്ഷകരെ വെറുപ്പിച്ചുകൊണ്ട് ഇവിടെ ഒന്നും സാധ്യമല്ല. അതായത് ഇവിടെ എന്തൊക്കെ നടന്നിട്ടുണ്ടോ അതിനൊക്കെ എന്ന് പറഞ്ഞാൽ ഉത്തരം പറയേണ്ടി വരും. ഇപ്പൊ ദിലീപിനെ വെറുതെ വിട്ടതാണ് നമുക്ക് എല്ലാവർക്കും അറിയാം. അത് തെളിയിക്കേണ്ടത് ഇനി ദിലീപിന്റെ കടമയാണ്. ആരാണ് ഇതിന്റെ പുറകിൽ, എന്താണ് അവരുടെ ലക്ഷ്യം, എന്തായിരുന്നു എന്നൊക്കെ കണ്ടുപിടിച്ച് നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരേണ്ടത് ദിലീപ് എന്ന് പറയുന്ന ഒരു മനുഷ്യന്റെ ആവശ്യം മാത്രമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അല്ലെങ്കിൽ അയാൾ ഒരു പാൾ ജന്മമായിട്ട് ഇങ്ങനെ ഒടുങ്ങേണ്ടി വരും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വന്തം നാട്ടിലുള്ള അമ്പലത്തിൽ വരെ
പോലും അയാളെ കയറാൻ വിടുന്നില്ല, അമ്പലത്തുള്ള പരിപാടിക്ക് പോലും അയാളെ വിളിക്കുന്നില്ല, അതുപോലെ ഇനി ഒരു കല്യാണത്തിന് അയാളെ വിളിക്കില്ല, ഇനി ഒരു പ്രോഗ്രാമിന് അയാളെ വിളിക്കത്തില്ല. കാരണം എവിടെ പോയി കഴിഞ്ഞാലും ഇയാൾ ഉണ്ടെങ്കിൽ ചിലപ്പോൾ അവിടുന്ന് 10 സ്ത്രീകൾക്ക് ഇറങ്ങിപ്പോകുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ആ ഒരു പ്രോഗ്രാം കൊളാവുന്നു കൃത്യമായിട്ട് അറിയാം. ഇപ്പോഴും വിദേശ യാത്ര പോകണം, വിദേശത്ത് പോകണം എന്നൊക്കെ ഇയാൾ പറയുമ്പോഴും അവിടെയും ഒരുപാട് പ്രശ്നങ്ങൾ വരാൻ പോവുകയാണ്. ഒരു പക്ഷേ എന്ന് പറഞ്ഞാൽ അവിടെയും സ്ത്രീകൾ പോയിട്ട് ഇയാളുടെ സിനിമ കാണുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതായത് അത്രത്തോളം ജനങ്ങൾ മാനസികപരമായിട്ട്, ഞാൻ പറഞ്ഞല്ലോ കോടതി അയാളെ വെറുതെ വിട്ടിരിക്കുകയാണ്. അയാളിപ്പോൾ ഒരു കുറ്റവാളിയല്ല, ഒരു ആരോപണ വിധേയനല്ല, ഒന്നുമല്ല, അയാളുടെ പേരെ തെളിവോ കാര്യങ്ങളോ ഒന്നുമില്ല. എന്നാലും പൊതുജനങ്ങൾ അത് അങ്ങ് വിശ്വസിക്കുന്നില്ല. അതിന് ഒന്നാമത്തെ കാരണം എന്ന് പറഞ്ഞാൽ ഇയാളുടെ ഇറങ്ങി വന്നപ്പോഴേ മഞ്ജു വാര്യരെ ഇയാൾ പറഞ്ഞത് മാത്രമാണ്. അല്ലെങ്കിൽ ഇത്രത്തോളം ഒരു പ്രശ്നം വരൂല. ഇതിനു മുന്നേയും ദിലീപിന്റെ സിനിമ ഇറങ്ങിയിട്ടുണ്ട്, അപ്പോഴൊന്നും ഇങ്ങനെയുള്ള പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല. പക്ഷെ ഈ സിനിമയ്ക്ക് എന്താണ് സംഭവിച്ചത്? ഇയാൾ മഞ്ജു വാര്യർ എടുത്തിടാൻ ശ്രമിച്ചതാണ് ഏറ്റവും വലിയൊരു കോട്ടമായിട്ട് എനിക്ക് മനസ്സിലായിരിക്കുന്നത്. മഞ്ജു വാര്യരുടെ പേര് പറയേണ്ടായിരുന്നു, അതാണ് വേണ്ടത്. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം മാർട്ടിൻ എന്ന് പറയുന്ന ഒരുത്തൻ വന്നിട്ട് ഇവിടെ അതിജീവിതയെ വളരെ മോശമായിട്ട്, ഞാൻ പറഞ്ഞല്ലോ കുറച്ച് ആൾക്കാരെങ്കിലും ഇയാൾക്ക് പിന്താങ്ങി നിൽക്കുന്നുണ്ടായിരുന്നു. മാർട്ടിന്റെ ആ ഒരു വീഡിയോ വന്നതിനോട് കൂടിയിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പിന്താങ്ങലും കൂടി പോയിരിക്കുകയാണ്. ഒരാൾ പോലും ഇയാളുടെ കൂടെ നിൽക്കില്ല എന്നുള്ള തീരുമാനത്തിൽ ഇയാൾ എന്തൊരു മനുഷ്യനാണ്. അതായത് ആ സ്ത്രീ അനുഭവിച്ചു നമുക്കറിയാം. ആ നടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് അനുഭവിച്ചതാണ്. അതങ്ങ് വെറുതെ വിട്ടൂടെ? പിന്നെയും പിന്നെയും കൊണ്ടുവന്നിട്ട് ഇനിയിപ്പോൾ ഇയാളുടെ കയ്യിൽ തെളിവുണ്ടെങ്കിൽ ഇയാൾ എന്താ ചെയ്യേണ്ടത്? ഇയാൾ അന്വേഷിക്കാൻ പറയുകയാണ് വേണ്ടത്. അല്ലാതെ ഇതുപോലെയുള്ള നാലാംകിട പരിപാടി തുടങ്ങുന്നതുകൊണ്ടാണ് ഇവിടെ ഏറ്റവും വലിയ പ്രശ്നം. അപ്പോഴും പറയും പൾസർ സുനീന്റെ വിട്ടില്ലേ എന്ന് പറയും. പൾസർ സുനീന്റെയും വിട്ടിട്ടുണ്ട്, അതും മോശം തന്നെയാണ്. പൾസർ സുനിയെയും ഇവിടെ മഹത്വൽക്കരിക്കാൻ വേണ്ടിയിട്ട് കുറേ ആൾക്കാർ നോക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞല്ലോ ഇവന്മാർ ചെയ്യുന്നത് മുഴുവൻ തെറ്റ് തന്നെയാണ്. അപ്പോൾ ഈ മാർട്ടിൻ എന്ന് പറയുന്നവനെ കൊണ്ടുവന്നത് ഈ സിനിമയ്ക്ക് ഒരു വലിയ പാരയായി. പിന്നെ ഈ സിനിമയിലൂടെ തൻ്റെ ഇമേജുകൾ എടുക്കാം, ഇമേജുകൾ തിരിച്ചെടുക്കാം എന്ന് നോക്കിയത് അതും വലിയൊരു പരാജയമായി. അതായത് 10 പൈസക്ക് കൊള്ളാത്തൊരു സിനിമ, 10 പൈസക്ക് കൊള്ളാത്തൊരു തിരക്കഥ, നമ്മൾ 130 രൂപ എൻ്റെത് പോയി. ഗോപാലേട്ടൻ ഇനി എന്തു വിചാരിച്ചു കഴിഞ്ഞാലും എനിക്കൊരു ചുക്കുമില്ല. കാരണം ഗോപാലേട്ടൻ്റെ സിനിമ നല്ല നല്ല സിനിമകൾ നമ്മൾ എല്ലാവരും കണ്ട് പ്രോത്സാഹിപ്പിക്കുന്നതാണ്, നല്ല നല്ല ബാനറാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം ഗോകുലം മൂവീസ്, പണ്ട് പഴശ്ശിരാജ മുതൽ എന്ന് പറഞ്ഞ ഗോകുലം മൂവീസിൻ്റെ ആരാധകൻ തന്നെയാണ് നമ്മളെല്ലാവരും. പക്ഷേ ഈ ഒരു സിനിമയോട് കൂടിയിട്ട് എന്ന് പറഞ്ഞാൽ ഗോപാലേട്ടൻ്റെ വിലയും പോയി എന്നേ ഞാൻ പറയുള്ളൂ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സിനിമയുടെ ആവശ്യമുണ്ടായിരുന്നോ? എന്താണ് ഈ ഒരു സിനിമ കൊണ്ട് നിങ്ങൾ എല്ലാവരും ഉദ്ദേശിക്കുന്നത്? ആരെയാണ് കുറ്റപ്പെടുത്താൻ നോക്കുന്നത്? ആരെയാണ് രക്ഷപ്പെടുത്താൻ നോക്കുന്നത്? അതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. പ്രേക്ഷകരാണ് ദൈവങ്ങള്. പ്രേക്ഷകരെ വെറുപ്പിച്ചുകൊണ്ട് നിങ്ങൾ എത്ര PR പണി എടുത്തിട്ടും കാര്യമില്ല. ഇന്നിപ്പോഴും നിങ്ങൾ PR പണി ലോകത്തുള്ള PRകളെ കൊണ്ട് മുഴുവൻ എഴുതിച്ചു കഴിഞ്ഞാലും ഒരിക്കലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിനിമ കാലഘട്ടത്തില്ല. കാരണം എന്താ, PRകൾ അങ്ങനെ സിനിമക്ക് പൈസ കൊടുത്ത് കയറത്തൊന്നുമില്ല. അതിനും ഫ്രീ ടിക്കറ്റ് കിട്ടിക്കഴിഞ്ഞാൽ മാത്രം ദിലീപിന്റെ ആൾക്കാരുടെ തള്ള് രാവിലെ തന്നെ എന്ന് പറഞ്ഞാൽ ഓരോ തിയേറ്ററിൽ നിന്നുള്ള തള്ളില്ലേ, അതായത് സിനിമ ഭയങ്കരമാണ്, ഹിറ്റാണ്, ഇന്നെ 100 കോടി എന്തൊക്കെയായിരുന്നു, എവിടെ പോയടേ ഇപ്പോഴേ എല്ലാം കൂടി എന്ന് പറഞ്ഞാൽ തൊലഞ്ഞല്ലോ ഈശ്വര തൊലഞ്ഞല്ലോ, നമ്മുടെ സുകുമാരൻ പറയുന്നത് പോലെ. അതായത് ഇതൊരു വലിയ അടി തന്നെയാണ്. ദിലീപിന് നല്ല മര്യാദയ്ക്കുള്ള ഒരു സിനിമയാണെങ്കിൽ, അതായത് ദിലീപിന്റെ നിരപരാധിത്വം തെളിയിക്കേണ്ടത് സിനിമയിലൂടെ അല്ല. അതാണ് മനസ്സിലാക്കേണ്ടത്. ദിലീപ് ഇവിടെയൊക്കെ അരിയാഹാരം കഴിക്കുന്നയാളാണ്, പഴയതുപോലും നല്ല മിസ്റ്റർ ദിലീപ്. അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ അതിജീവിതയോട് കുറച്ച് ബഹുമാനമൊക്കെ വെക്കാം. അതുപോലെ തന്നെ മുൻ ഭാര്യ എന്ന നിലയിൽ മഞ്ജു വാര്യരോട് കുറച്ച് ബഹുമാനമൊക്കെ വെക്കാം. ഇവിടെ താങ്കൾ പറയുന്ന പോലെ മഞ്ജു വാര്യരുടെ ഗൂഢാലോചന ഉണ്ടായതുകൊണ്ടല്ലേ ഇത്രയും കാര്യങ്ങളൊക്കെ ജനങ്ങൾ അറിഞ്ഞത്. അല്ലാതെ മാർട്ടിൻ എന്ന് പറയുന്നപ്പം പോയിട്ട് ഒരു വണ്ടിയിൽ നടിയെ അങ്ങനെ കയറ്റിയിട്ട് അങ്ങ് കൊണ്ടുപോകുന്നു, അല്ലെങ്കിൽ മറ്റേ പൾസർ സുനി വന്നിട്ട് ഇതാക്കുന്ന നമ്മളുടെ പൊട്ടമാറാ. നന്ദി, നമസ്കാരം, ബൈ ബൈ. അടുത്ത വീഡിയോ ആയിട്ട് വരാം.